ഇനിയിപ്പം അടുത്ത ആഴ്ച ആയിരിക്കും പോവാ. നമ്മൾ ഇങ്ങനെ കുടുംബക്കാരാവെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഞാനും. എങ്ങനെയുണ്ട് മോളെ കോളേജൊക്കെ? കുഴപ്പമില്ല ആന്റി. ചിന്നു പഠിക്കുന്നൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഓ, അവള് നല്ലോണം പഠിക്കും. അല്ല, ചിന്നുനെ കണ്ടില്ലല്ലോ. അവള് മാറ്റാൻ കയറി ഇങ്ങനെ തന്നെ. തുടങ്ങി അമ്മ എന്നെ പറ്റി കുറ്റം പറയാൻ. അമ്മോ, ആരിത്? രസണ്ടോ? ഓ, അടിപൊളി. അമ്മേ, ഈ ചായ അമ്മ കൊണ്ട് കൊടുക്കോ? ഞാൻ എന്തിനാ കൊണ്ട് കൊടുക്കുന്നേ? നീ തന്നെ കൊടുക്ക്. എനിക്ക് അമ്മ പോയി കൊടുക്ക്. നിനക്കെന്താ ഇത്ര നാണം? കൊണ്ടുപോയി കൊടുക്ക, സജിനല്ലേ? അതാ പ്രശ്നം. എനിക്ക് അങ്ങോട്ട് പോവാനൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. അത് കുറച്ച് കഴിയുമ്പോൾ റെഡി ആയിക്കോളും. അല്ല ചേച്ചി, എന്നാലും എന്തോ ഒരു പ്രശ്നം. എന്ത് പ്രശ്നം? പോയി കൊടുക്കുന്നേ. കൊടുക്കാല്ലേ? നിന്റെ പെണ്ണാണല്ലോ, നീ അല്ലേ ചായ കൊടുക്കണ്ട, ഞാനാ? ശരി എന്നാ. എനിക്കിതൊക്കെ കാണുമ്പോ എന്റെ പെണ്ണാണ് ഓർമ്മ വരുന്നത്. എങ്ങനെയാ ആന്റി, രസമുണ്ടേനോ? എന്റെ മോളെ ഒന്നും പറയണ്ട. അമ്മ പറ, ഞങ്ങൾ കേക്കട്ടെ. പറയാൻ മാത്രം എന്ന് പറഞ്ഞാ അതൊക്കെ വലിയ കഥയാ. ഞാൻ പിന്നെ സമയം കിട്ടുമ്പോ പറഞ്ഞുതരാം. പപ്പ. മോളെ കൊടുത്തോ? ഇനി കുറച്ച് ചായ കുടിക്കാലോ അല്ലേ? ഓ, ആയിക്കോട്ടെ. കൊള്ളാലോ. ഞാൻ കാത്തിരുന്ന നിമിഷം വന്നെത്തി. വാ മോളെ വാ, ചേട്ടന് ചായ താ. ചത്താല് നോക്കൂരടാ. എന്റെ കൈ എന്തെങ്കിലും വിറയ്ക്കുന്നേ. എന്താ പെണ്ണിന്റെ പേര്? ഒന്ന് മുഖത്തേക്ക് നോക്ക്. ഇതൊന്ന് കഴിഞ്ഞോട്ടേട്ടോ, തരാം ഞാൻ. എന്ത് തരാന്നാ ഉദ്ദേശിച്ചേ? അതപ്പൊ കണ്ടോ, ഒന്ന് എടുക്കുന്നുണ്ട്, എടുക്ക്. താങ്ക്സ്. വെൽക്കം വെൽക്കം. കൊടുത്തോ? കൊടുത്ത്. അവനെന്നെ പറഞ്ഞോ? ഓ, ചോദിച്ച്. എന്താ ചോദിച്ചേ? പേരെന്താന്ന് ചോദിച്ചു. പേരെന്താണോ? കളിയാക്കാൻ ചോദിച്ചതാ, മനസ്സിലായില്ലേ? അവൻ എപ്പോഴേ കല്യാണം കഴിപ്പിച്ചു വിടണമെന്ന് ഞങ്ങൾ വിചാരിച്ചതല്ല. എത്ര പ്രായം പറഞ്ഞാലും കുട്ടികൾക്ക് ഒരു കുറവില്ല. ആദ്യം ഇവളും കണക്ക് തന്നെയാ. അതുകൊണ്ട് രണ്ടാളും ഒരുമിച്ച് പൊയ്ക്കോളും. ഇളയ കുട്ടിയായതുകൊണ്ട് കുറച്ച് കൊഞ്ചിക്കലൊക്കെ കൂടുതലാണ്. വെറുതെ പറയാട്ടോ ആന്റി. അതെന്താ? എന്നൊന്നല്ല, ഇവിടെ ഏറ്റവും കൂടുതൽ ചേട്ടനെയാ കൊഞ്ചിക്കല്. പിന്നെ അല്ല, മോനെവിടെ വർക്ക് ചെയ്യുന്നേ? അവനവിടെ ദുബായിലാ. എന്താ ജോലി? അവൻ ഡോക്ടറാ. ഓ, ഡോക്ടറാണല്ലേ? അതെ, ന്യൂറോ സർജൻ ആയിട്ട് വർക്ക് ചെയ്യാ. നല്ല ജോലിയാ. മീരേ, എന്താ? ഒന്ന് അങ്ങോട്ട് വരുമോ? വരാം. അമ്മ, ഞാനിപ്പോ വരേ. ശരി. ചേച്ചി വാ, നമുക്ക് അങ്ങോട്ട് പോവാം. ആടാ, വരാം. അല്ല മീര, നാളല്ലേ പ്രോഗ്രാം? അതെ. എന്ത് പ്രോഗ്രാം? നാളെ കോളേജിൽ ഒരു പ്രോഗ്രാം ഉണ്ട് ചേച്ചി. ഇവളാ ഫുൾ കോർഡിനേഷൻ. ആണോ മീരേ? ചേച്ചി, അറിയാതെ ഏറ്റുപോയതാ. ഇതിപ്പോ ഒടുക്കത്തെ പണിയായി പോയി. ഇതൊക്കെ നല്ലതല്ലേ? അല്ല, നീ നാളെ വരില്ലേ? അത് പറയാൻ വേണ്ടിട്ടാ ഞാൻ നിന്നെ വിളിച്ചോണ്ട് വന്നേ. എന്തേ? നാളെ ഒരു കല്യാണം ഉണ്ട്. അപ്പോ ഞാൻ വരുന്നുണ്ടാവില്ല. എന്ത് പരിപാടിയാ ചിന്നോ? നീയും കൂടി ഇല്ലേ, ഞാൻ എങ്ങനെയാ? അതിന് ഞാൻ വന്നിട്ട് എന്തിനാ? ഞാൻ ഇതിലൊന്നുമില്ലല്ലോ. നീയും ഇതിനല്ലേ ടീം. ചീഫ് ഗസ്റ്റ് എന്തെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യായിരുന്നു. ഇത് ആരാന്നും പറയുന്നില്ല. ചീഫ് ഗസ്റ്റ് ആരാന്ന് എനിക്കറിയാം. ആരാ? അതാരാന്നറിയോ? പറ. അത് നിവാനാണ്. നിവാൻ ചേട്ടനോ? അതെ. നീ എങ്ങനെ അറിഞ്ഞേ? ഞാൻ സാറിനോട് ചോദിച്ചപ്പോ സാറൊന്നും പറഞ്ഞില്ലല്ലോ. എന്നോട് മിഥുൻ പറഞ്ഞതാ. അവൻ നിന്നോട് പറഞ്ഞിട്ട് എന്നോട് പറയുന്നേ? അതെനിക്കറിയില്ല. നിവാനെ ചീഫ് ഗസ്റ്റ് ഇടയ്ക്ക് വിളിക്കോ? ആക്ടർ അല്ലേ ചേച്ചി? പിന്നെ ഇവനാ വരുന്നതെന്ന് കണ്ടപ്പം കുട്ടികൾക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റാ. ആക്ടറാന്ന് വെച്ച് ചീഫ് ഗസ്റ്റ് ഒക്കെ ആയിട്ട് എന്തിനാ വിളിക്കുന്നേ? പൊതുവെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ആക്ടർമാരെ സിംഗേഴ്സിനൊന്നും വിളിക്കില്ലല്ലോ. ഏതെങ്കിലും എഴുത്തുകാരൊക്കെയല്ലേ വിളിക്കല്. ഇതിപ്പോ എന്താ? ആർക്കറിയാം, പുതിയ നിയമം തോന്നുന്നുണ്ട്. കഴിഞ്ഞ വരെ അങ്ങനെയായിരുന്നു. ചേടാ. എന്തേ മീരെ? ഒന്നുമില്ല ചേച്ചി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൻ വരുന്നേല്? അങ്ങനെയൊന്നുമില്ല. ഞാൻ വിചാരിച്ചത് ഏതൊക്കെയോ എഴുത്തുകാരാണ്. പെട്ടെന്ന് ആക്ടറാന്ന് പറഞ്ഞപ്പം ഒരു ഷോക്ക്. ചിന്നോ, ഇപ്പൊ വരെ. പോയിട്ട് വാ. എന്തു പറ്റി മീരെ? ഒന്നുമില്ല ചേച്ചി. എന്തുണ്ടല്ലോ? എന്താ പറ. നീ 2-3 ദിവസമായിട്ട് ഭയങ്കര മൂഡ് ഓഫ് ആണല്ലോ. എന്താ പ്രശ്നം? ചേച്ചി, ഞാൻ ചേച്ചിനോടൊരു കാര്യം പറയട്ടെ? പറ. പക്ഷേ ചേച്ചി എനിക്കൊരു പ്രോമിസ് തരണം. എന്ത്? ചേട്ടനും അർജുനേട്ടനും അമ്മയൊന്നും ഇതറിയരുത്. അങ്ങനത്തെ എന്ത് പ്രശ്നം? അത് പിന്നെ ചേച്ചി, എനിക്കൊരാളെ ഭയങ്കര ഇഷ്ടാ. ആരെ? അത് ആരാന്ന് പറ. കോളേജിലാരെങ്കിലും? കോളേജിലൊന്നല്ല. പിന്നെ നമ്മളെ ഫാമിലി ഫ്രണ്ടാ. അതാരാ? നിവാൻ ചേട്ടനില്ലേ? നിവാനെയോ? ചേച്ചി, എനിക്ക് ഭയങ്കര ഇഷ്ടാ ചേട്ടനെ. എന്നിട്ട് ഞാനത് പോയി പറഞ്ഞേ. അപ്പൊ അവനെന്ത് പറഞ്ഞു? എന്നോട് ഇപ്പൊ അതിനുള്ള ടൈമൊന്നുമില്ല, നല്ലോണം പഠിക്കാനൊക്കെ പറഞ്ഞു. ചേട്ടന് അത് താല്പര്യമില്ലാത്ത പോലെ. അവൻ പറഞ്ഞതിലും കാര്യമില്ലേ? അങ്ങനെയല്ല ചേച്ചി, എനിക്കെന്തോ ഭയങ്കര സങ്കടമായി അങ്ങനെ പറഞ്ഞപ്പോ. ഇനി സങ്കടപ്പെടല്ലേ? ഞാൻ അത്രയ്ക്ക് മോശമാണോ? എടാ, അത് നീ മോശമായിട്ടൊന്നുമല്ല. അവൻ നിന്റെ ഫ്യൂച്ചർ ആലോചിച്ചിട്ട് പറഞ്ഞതാണെങ്കിലോ?
ആയിരിക്കൂലേ. പിന്നെ അവൻ ആക്ടറൊക്കെ അല്ലേ. അവന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഫുൾ ക്യാമറ, ഫുൾ പ്രൈവസി കുറവല്ലേ, അതുകൊണ്ടൊക്കെ ആയിരിക്കും. എനിക്ക് ചേട്ടൻ അങ്ങനെ പറഞ്ഞതിന് ശേഷം ചേട്ടനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ല, അപ്പം നാളെ അവൻ നിന്റെ കോളേജിൽ വരില്ലേ? ആ ചേച്ചി, ഞാൻ എന്ത് ചെയ്യും? അതിനെന്താ, നീ അവനോട് നോർമലായിട്ട് ബിഹേവ് ചെയ്യ്, അല്ലാതെ ഇതിന്റെ സങ്കടം കാണിക്കണ്ട. പക്ഷെ ഞാൻ കാണിച്ചു പോവില്ലേ? ഇതൊക്കെ നോർമലാടാ, അല്ലാതെ ഇതൊക്കെ വലിയ സംഭവമാക്കി എടുക്കാൻ പോകരുത്. ഞാൻ ചേച്ചിനോടുള്ള ട്രസ്റ്റിലാട്ടോ പറഞ്ഞേ. അർജുനേട്ടനോടും ചേട്ടനോടൊന്നും പറയല്ലേ. ആ, അർജുനേട്ടനോട് പറയേണ്ട കാര്യം തന്നെയാ. എന്നെ തലികൊല്ലോ അവൻ. ഒന്നാമതേ പ്രാന്തില. ചേച്ചി പറയില്ലല്ലോ അല്ലേ? ഞാനായിട്ട് എന്തായാലും പറയില്ല. പറയേ. എടാ, മര്യാദയ്ക്ക് നിന്നാ ഫോട്ടോ എടുത്തു തരാം. അവസാനം നല്ല ഫോട്ടോ കിട്ടാതെ എന്നെ ചീത്ത പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ലേ? ഓക്കെ, സെറ്റ്. അതിനും രസം ഉണ്ടല്ലോ അല്ലേ ഇവ എടുക്കുന്നത്. എനിക്ക് ഇവന് ഈ ഫോട്ടോ എടുക്കുന്നതിന് അത്ര വിശ്വാസം പോരാതാ. രസമുണ്ട് ചേട്ടാ. അല്ലടോ അർജുനെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? അല്ല, എനിക്കങ്ങനെ ഫീൽ ചെയ്ത്. ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല. അപ്പൊ എങ്ങനെയാ ബാക്കി നമുക്ക് ആലോചിക്കാലോ അല്ലേ? ഓ ആയിക്കോട്ടെ, ഇനിയിപ്പോ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. നീ ഇപ്പോഴും ആ കോളേജിൽ തന്നെയല്ലേ? അതെ, ചേട്ടന് എന്നൊക്കെ ഓർമ്മ ഉണ്ടല്ലോ, വലിയ സംഭവട്ടോ. നിന്നൊക്കെ എങ്ങനെയാടാ ഞാൻ മറക്കുക? നീയൊക്കെ പണ്ടേ എന്റെ കൂടെ ഉള്ള ആളല്ലേ? ചേട്ടനും ഇതേപോലത്തെ കല്യാണമൊക്കെ കഴിക്കണ്ടേ? ഞാൻ വെയിറ്റിംഗ് ആട്ടോ കല്യാണത്തിനൊക്കെ. ഓ, നമുക്ക് നടത്താം. ഇവിടുന്നാണോ അതോ ദുബായിന്നാണോ? എന്ത് കല്യാണോ? പെണ്ണ് എന്നോട് ചിന്ന ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിട്ടായിരുന്നു. എന്ത്? അല്ല, ചേട്ടനാരെ ഇഷ്ടാന്നോട് പറഞ്ഞിരുന്നു. സത്യ? ചെറുതായിട്ട്. ആ ചേച്ചിക്കറിയോ? ഇല്ല. ഷേ, പോയി പറ. പറയാൻ ടൈം ആവട്ടെ. ടൈം ആവുമ്പോ ഞാൻ എല്ലാം പറയും. എന്നാ ഓക്കെ. നീ ഇപ്പോ പഠിക്കേണ്ട സമയം. നീ പഠിച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ വരും നിന്റെ വീട്ടിലേക്ക്, നിന്നെ കല്യാണം ആലോചിക്കാൻ. എന്തേ പറഞ്ഞോ? ഇല്ലല്ലോ. എനിക്ക് ചേട്ടനെന്ത് പറഞ്ഞ പോലെ തോന്നി. ആ കോളേജിലെ പഴയ ടീം ഇപ്പോഴും ഉണ്ടോ? ഏത് ടീം? അന്ന് നമ്മൾ പ്രശ്നം ഉണ്ടാക്കിയ ടീമില്ലേ? അവരിപ്പില്ല. അവരെ അന്ന് തന്നെ പറഞ്ഞു വിട്ടില്ലേ? സേഫ് ആയിട്ടിരിക്കട്ടോ. കോളേജിൽ ഇങ്ങനത്തെ പല പ്രശ്നം ഉണ്ടാവും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ വിളിച്ചാൽ മതി. ആ പറഞ്ഞതുപോലെ ചേട്ടന്റെ നമ്പർ എടുത്തു പോയി. തരുമോ? അല്ലടാ, എന്റെ അടുത്തുണ്ട് നിന്റെ നമ്പർ. ഞാൻ മെസ്സേജ് അയക്കാം. എന്നാ ഓക്കെ. എന്നാ പോട്ടെ. ശരി. എന്നാ ഓക്കെ, പോട്ടെ കേട്ടോ. പോവാമോളൂ. ചേട്ടാ പോവാ. എന്നാ പോട്ടെ. ഓക്കെ. ഇനി എന്നാ ഇങ്ങോട്ടൊക്കെ? ചേട്ടൻ പോവാ? ഞാൻ നെക്സ്റ്റ് വീക്ക് പോവണ്ടാവും. നെക്സ്റ്റ് വീക്ക് അല്ലേ? ഞാൻ അതിന് മുന്നേ എന്തായാലും വരാം. ആയിക്കോട്ടെ, വരാതിരിക്കില്ല കേട്ടോ. നോക്കട്ടെ, വരാം. ശരി എന്നാ. ഓക്കെ, ബൈ. ഹലോ, ബൈ. ബൈ ബൈ. നിനക്ക് ഒരു മാറ്റമില്ല. മനുഷ്യന് തലവേദന എടുത്തിട്ട് വയ്യ. എല്ലാ പണിയും ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ നിർത്തിയെടുത്തനെ കാണാൻ പോലില്ല. എവിടെ പോയി കിടക്കുകയാണാവോ? അമ്മേ, കലിപ്പിലാണല്ലോ. മിക്കവാറും എന്നെ പിടിച്ച് തിന്നും. മീരേ, ഇപ്പഴെങ്കിലും ഒന്ന് എഴുന്നള്ളാൻ തോന്നില്ല. സോറി ഡി. ആ ചെക്കൻ കാരണം ഇത്ര നേരം ലേറ്റ് ആയത്. ഏത് ചെക്കൻ? വേറെ ആര്? എന്റെ ചേട്ടൻ തന്നെ. അവൻ ഈ നേരത്തെ ആ ഡ്രസ്സിന് തല്ലൂടാൻ കണ്ടേ, അതാ. മിഥുനെ, നീ വെറുതെ എന്നെ ടെമ്പർ കയറ്റരുത്. ഞാൻ ഒന്നാമതേ പ്രാന്ത് പിടിച്ച് നിൽക്ക. എന്താ ഇപ്പൊ പ്രശ്നം? നീ പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പ്രശ്നം കുറെ ഉണ്ട്. അതിൽ നീ ഒരു പ്രശ്നം എന്നോട് പറ, ഞാൻ തീർത്തു തരാം. അതിപ്പം എനിക്കറിയില്ല. കണ്ടോ, ഒരു പ്രശ്നവുമില്ല. നീ വെറുതെ ടെൻഷൻ അടിക്കാണ്. മീരേ, എന്താ? നമ്മളെ പണിയൊക്കെ നമ്മൾ തീർത്തു വെച്ച് ഇനിയിപ്പോ ചീഫ് ഗസ്റ്റ് വരാൻ മാത്രമേ ഉള്ളൂ. ചീഫ് ഗസ്റ്റ് വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് 2-3 പണിയുണ്ട്. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ലടാ. നീ ഇങ്ങനെ ടെൻഷൻ ആവില്ലേ? ടെൻഷൻ അടിച്ച് എവിടെയെങ്കിലും BP കുറഞ്ഞ് തലറിഞ്ഞ് വീണാണ്ടല്ലോ. ശരി. ചീഫ് ഗസ്റ്റ് എന്ന് പറഞ്ഞപ്പോഴാ നീ ആ സ്പീച്ചിന്റെ പേപ്പർ എവിടെ കൊണ്ടുവച്ചേ? ഏത് സ്പീച്ച്? എടാ, ചീഫ് ഗസ്റ്റ് വരുമ്പോ പറയാനുള്ള സ്പീച്ചിന്റെ പേപ്പർ. അത് ക്ലാസ് റൂമിലുണ്ട്. ക്ലാസ് റൂമിലാണോ അതൊക്കെ കൊണ്ടുവെക്കുന്നേ? എടി, അത് അവിടെ സേഫ് ആയിട്ട് ഉണ്ടാവും. നിനക്കെന്താ ഇത്ര ഉറപ്പ്? നീ ആരെങ്കിലും നോക്കാൻ ഏൽപ്പിച്ചിട്ടാണോ പോന്നെ? അതല്ല. ആരെനിക്ക്, ഞാൻ പോയി നോക്കട്ടെ. ഈശ്വരാ, അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് പൊട്ടനെയാണല്ലോ പിടിച്ച് നിർത്തിയേ. മീരേ, എന്താ? അങ്ങനൊന്നും പറയല്ലേ. ഇത് മാറിന്നെ മിഥുനെ. അവൻ ഇപ്പഴാ സെന്റ് അടിക്കുന്നത്. മാറിക്ക്. എന്റെ പൊന്നോ, ഇങ്ങനെ ആത്മാർത്ഥതയുള്ള ഒരാളെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ. എന്നാലും അവള് അറിഞ്ഞോണ്ട് വിളിച്ചാണോ പൊട്ടെന്ന്? ഞാൻ പൊട്ടനൊന്നുമില്ല. എന്റെ കോൺഫിഡൻസ് മൊത്തം പോയി. എന്റെ അമ്മോ, അങ്ങോട്ട് പോട്ടെ.
ലിങ്ക് പൈന് കേൾക്കൂ. എന്നാലും ഞാനതല്ല ആലോചിക്കുന്നേ, ഇവൻ എന്ത് കണ്ടിട്ടാണാവോ ഇത്രയും ഫാൻസ്? അതെന്താടാ? അല്ല, ഇവൻ ഏത് ഭാഗത്തു നിന്ന് നോക്കിയിട്ടാ ഭംഗിയില്ലേ? സ്വന്തം ചേട്ടനെ പറ്റി നല്ല അഭിപ്രായമാണല്ലോ. നിന്റെ ചേട്ടന് ഗേൾഫ്രണ്ട് ഉണ്ടോ? ആ, ഉണ്ടെങ്കിൽ തന്നെ അവൾ ഏതോ ഒരു പൊട്ടത്തിയായിരിക്കും. അതെന്താടാ അങ്ങനെ? അല്ലാതെ ഇതിനൊക്കെ ആര് നോക്കാൻ? ബെസ്റ്റ്. ഇവന്റെ ഈ സ്വഭാവം മാത്രമേ ആൾക്കാർ കണ്ടിട്ടുള്ളൂ. ഇവന് വേറൊരു സ്വഭാവം കൂടി ഉണ്ട്. അതേത് സ്വഭാവം? അതൊരു സ്വഭാവം അത് ഇന്നലെ പുറത്തു വന്നിരുന്നു. എന്താണ് പറ? ഇന്നലെ എനിക്ക് കിൻഡർ ജോയ് വാങ്ങിയപ്പോ ഒരു കാർ കിട്ടി. കിൻഡർ ജോയാ? നീ ഇപ്പോഴതൊക്കെ കഴിക്കോ? എനിക്കതൊക്കെ ഇഷ്ടാ, ഞാൻ കഴിക്കും. എന്നിട്ട്? എന്നിട്ട് ആ കാർ അവന് വേണമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ മൊത്തം എന്നോട് മിണ്ടാതിരുന്നു, അറിയോ? ഈശ്വരാ. അതാണ്. അയ്യോ, അല്ല നമ്മളെന്താ എടുക്കുന്നേ? എടാ വന്നേ. ശരിയാണല്ലോ, നീ വാ. സുഖല്ലേടാ ചേട്ടാ? എന്താടാ ഇത്? എന്തേ? ഇത് എന്റെ ഷർട്ടല്ലേ? അതിനെന്താ? ഇതാ, നീ ഇവിടെ കിടന്ന് തല്ലുണ്ടാക്കരുത് കേട്ടോ. രാവിലെ ഈ വിഷയം തീർന്നതാ. എനിക്കറിയില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്. ഹായ് മീരെ. ഹായ് ചേട്ടാ. മിഥുന, നീ അങ്ങോട്ട് വാട്ടോ, ഞാൻ ഒരുത്തോർത്തുണ്ടാവും. ആടാ ശരി. വാ പോവാ. ഇവിടെ എല്ലാ പരിപാടി നടക്കണ ഓഡിറ്റോറിയത്തിലാ. വാ. പിന്നെ നീ എന്റെ ചേട്ടനാന്ന് ഇവിടെ ആർക്കും അറിയില്ല. ദയവ് ചെയ്ത് അറിയിക്കല്ലേ. അതെന്താ? നീ എന്റെ ചേട്ടനാന്ന് അറിഞ്ഞാലേ പിന്നെ എന്റെ പിന്നാലെ നടക്കുന്ന പെൺകുട്ടികളൊക്കെ കൂടി എന്നെ പിടിച്ച് തല്ലും. അവർ പിന്നെ എന്നെ മൈൻഡ് പോലും ചെയ്യൂല. അവരൊക്കെ എന്റെ അടുത്തേക്ക് വരുമായിരിക്കും അല്ലേ? അയ്യേ, നിന്റെ അടുത്തേക്ക് വരുന്നോണ്ടല്ല. ഇത്രയും വൃത്തികെട്ടൊരു ആക്ടറിന്റെ അനിയനാണല്ലോ എന്ന് ആലോചിച്ചിട്ട് എന്റെ പിന്നാലെ നടക്കൂലെന്നാ പറഞ്ഞേ. ഓവർ അങ്ങോട്ട് ആക്കല്ലേ. അല്ലേലും നിന്റെ പിന്നാലേക്ക് ഏത് പെൺകുട്ടികൾ നടക്കാൻ? നീ എന്നെ ആക്കാതെ നടക്ക്. സോ ഹായ് ഗൈസ്. ഇവിടെ വന്നപ്പോ തന്നെ ബിലൗഡ് സ്റ്റുഡന്റ് എന്നൊക്കെ പറഞ്ഞപ്പം ഒരു സുഖം. ഞാൻ ഈ കോളേജിലാണ് പഠിച്ചത്. ഓൾസോ ഐ ഹാവ് മെനി മെമ്മറീസ് ഹിയർ. അതിൽ നല്ലതുണ്ട് ചീത്തയുണ്ട്. ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ അല്ലേ? ഇവൻ ആരെ ഇംപ്രസ് ചെയ്യാനാണോ ഈ ഫിലോസഫി ഒക്കെ ഉണ്ടാക്കി പറയുന്നത്? പിന്നെ പ്രിൻസിപ്പള് എന്നെ ഇൻവൈറ്റ് ചെയ്തത് റൊമാൻറ്റിക് ആക്ടർ എന്നൊക്കെയാണ്. സത്യം പറഞ്ഞ ഫിലിമിലല്ലാതെ ഞാൻ ഈ ലവ് എന്നുള്ളൊരു സാധനം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എന്താണ് ലവ് എന്നോ എന്താണ് അതിൻ്റെ ഫീലിംഗ് എന്നോ എനിക്കിതുവരെ അറിയില്ല. സോ സിനിമയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ റൊമാൻസ് ഒക്കെ. അച്ചോടാ, അല്ലെ നിന്നെക്കാര് പ്രേമിക്കാൻ? ഞാൻ കുറെ കോഡ്സിലൊക്കെ വായിച്ചിട്ടുണ്ട്. ട്രൂ ലവ് വിൽ ഫൈൻഡ് യു, നമ്മൾ ഇങ്ങോട്ട് വരും എന്നൊക്കെ. സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വാസമില്ല എന്നല്ല, എന്തോ ഒരു ട്രസ്റ്റ് ഇല്ലാത്ത പോലെ. സോ നിങ്ങളൊക്കെ ഇപ്പോൾ പഠിക്കേണ്ട പ്രായമാണ്. എൻ്റെ ഫിലിംസൊക്കെ കാണുക, എൻജോയ് ചെയ്യുക. പിന്നെന്താ, നല്ലോണം പഠിക്കുക. എനിക്ക് അങ്ങനെ തന്നെ പറയാനുള്ളൂ. ഫ്യൂച്ചറിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ലൊരു ഗോളൊക്കെ വെച്ച് നന്നായി പഠിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനുള്ള ടൈമല്ല. സോ ഞാൻ ഈ സ്പീച്ച് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. എനിക്കിത്രയൊക്കെ പറയാനുള്ളൂ കേട്ടോ. വാവ് വാവ് വാവ്, എന്റെ ചേട്ടനത് പറയേയില്ല. മിഥുനെ, എന്താ മീരെ? ഞാൻ മറ്റേ രജിസ്റ്റർ എടുത്തിട്ട് വരട്ടോ. ഏത് രജിസ്റ്റർ? അല്ല, ചീഫ് ഗസ്റ്റിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണ്ടേ? ആ രജിസ്റ്റർ എടുത്തിട്ട് വരാം ഞാൻ. ഓക്കെ. അതെവിടെയാ ഉള്ളതെന്ന് അറിയോ? അതെനിക്ക് തോന്നുന്നത് എന്നോട് സാറ് പറഞ്ഞത് സ്റ്റാഫ് റൂമിന്റെ ബാക്കിലൊരു റൂമില്ലേ, ഒരു ഗ്രില്ല് പോലത്തെ, അവിടെ ഒരു ഷെൽഫിലുണ്ട്. നീ പോയെടുത്തോ. നീ ഇവിടെ തന്നെ ഉണ്ടാവില്ലേ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ശരി. ഇതായിരിക്കും അവൻ പറഞ്ഞ റൂം. ഈ റൂമിന് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമുക്ക് രജിസ്റ്റർ എടുക്കാം. എന്റെ പൊന്നോ, ഡോറടഞ്ഞ സൗണ്ടാണ് കേട്ടെ. മനുഷ്യന്റെ പകുതി ജീവൻ പോയി. ഇത് എവിടെയാണോ അവ കൊണ്ടുവച്ചത്? ചുമ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. തൊണ്ടയ്ക്ക് എന്തോ പ്രശ്നം. ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഇതെന്തൊരു ശ്വാസം കിട്ടാത്ത പോലെ.
ആ ബെസ്റ്റ്. ഡോറടച്ചിട്ട ശ്വാസം കിട്ടോ? ചേടാ ഇത് തുറക്കാൻ കിട്ടുന്നില്ലല്ലോ. ഇയാളെ ശ്വാസം കിട്ടുന്നില്ല. ചേടാ എന്ത് ചെയ്യും? മിഥുനെ വിളിക്കാനാണെങ്കിൽ ഫോൺ അവന്റെ അടുത്തുവാ. ചേടാ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. താലേക്ക് എന്താ കറങ്ങുന്നേ? മീര പോയിട്ട് കുറെ നേരമായല്ലോ. ഇവളിതോടെ പോയി? ഞാൻ പോയി നോക്കണോ? എന്തായാലും വേണ്ടില്ല, പോയേക്കാം. ചേടാ ഇവളിതോടെ പോയി? ഇവിടെ ഒന്നുമില്ലല്ലോ. ഞാനിപ്പോ എന്താ ചെയ്യാ? നിവാനോട് പറയാ, അവനെ ഇനി എന്താ ചെയ്യാൻ പറ്റുള്ളൂ. എടാ നിവാനെ, എന്തേ? അടുത്തതാക്കാൻ വന്നതാ? എടാ ഞാൻ നിന്നെ കളിയാക്കാൻ വന്നതൊന്നല്ല. പിന്നെന്താ? നിന്റെ മുഖമൊക്കെ എന്താ വല്ലാതെ? എടാ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? എടാ മീരനെ എടാ ഒന്ന് പറ, മീരക്ക് എന്ത് പറ്റി? അവളെ കാണുന്നില്ല. കാണുന്നില്ലേ? എവിടെ പോയി? അറിയില്ല. കോളേജ് രജിസ്റ്റർ എടുക്കാൻ വേണ്ടി സ്റ്റാഫ് റൂമിന്റെ ബാക്കിലേക്ക് വിട്ടതാ ഞാൻ. എടാ എന്നിട്ട് നീ ഇങ്ങനെ കുന്തം വിഴിഞ്ഞാല് നിക്ക? വാ പോയി നോക്കാം. വാ. എടാ ഇവിടെ ഒന്നും ഇല്ലല്ലോ. അതന്നെയല്ല ഞാൻ നിന്നോട് പറഞ്ഞേ. ചേടാ ഇപ്പൊ എവിടെ പോയി തരും? ആ റൂം ഏതാ? ഏത്? അതോ? അതെ. ആ റൂമിലേക്ക് ഞാൻ ഇതുവരെ പോയി നോക്കിയിട്ടില്ല. നീ ഒന്ന് വന്നേ. എടാ നീ പോയി കാർ എടുക്ക്, ചെല്. ആടാ മീരേ. ഓ നീ എണീച്ചോ? എങ്ങനെയുണ്ട് ഇപ്പൊ? കുഴപ്പമില്ല. എനിക്കെന്ത് പറ്റിയേ? ഞാൻ വന്ന് നോക്കിയപ്പോ നീ ആ ലോക്കർ റൂമില് തലറിഞ്ഞ് വീണ് കിടക്കായിരുന്നു. ആ റൂമില് ശ്വാസം കിട്ടിയില്ല, അതാ. വല്ല ആവശ്യമുണ്ടോ അവിടേക്ക് പോണ്ടേ? പിന്നെ നീയല്ലേ പറഞ്ഞത് സ്റ്റാഫ് റൂമിന്റെ ബാക്കിലുള്ള റൂമിലുണ്ടെന്നേ? സ്റ്റാഫ് റൂമിന്റെ ബാക്ക് അതാ? പിന്നേതാ? നിനക്കറിയില്ലെങ്കിൽ അത് പറഞ്ഞാ പോരായിരുന്നോ? എന്തായാലും ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നീ എന്റെ ചേട്ടനെ വിളിക്കോ? എന്തിനാ? എനിക്ക് ഇവിടുന്ന് പോണ്ടേ. ബസ് കയറി പോകാനൊന്നും എനിക്ക് വയ്യ. അത് എന്തേ? മിഥുനെ നീ കോളേജിൽ ചെല്ലേ. അല്ലടാ ഞാൻ കോളേജിൽ പോയാ അത് കുഴപ്പമില്ല. ഇവിടെ ഞാൻ വീട്ടിലാക്കിട്ട് ഞാൻ വീട്ടിൽ പോയിക്കോളാം. ഓക്കെ മീര, എന്നാ ഞാൻ പോട്ടെ. അല്ല എന്റെ ഫോൺ. ഫോൺ ഇതാ ടേബിളിന് മുകളിലുണ്ട്. ശരി. ഓക്കെ. ഓക്കെ അല്ലേ? കുഴപ്പമില്ല. ചേട്ടൻ എന്റെ ഫോൺ ഒന്ന് എടുത്തരോ? എന്തേ? അല്ല വീട്ടിലേക്കൊന്ന് വിളിക്കാനാ. എന്തിനാ വീട്ടിലേക്ക് വിളിക്കണേ? ചേട്ടനോട് ഒന്ന് കൂട്ടാൻ വരാൻ പറയാൻ. ചേട്ടനൊന്നും വിളിക്കണ്ട, ഞാൻ കൊണ്ടാക്കി തരാം. ഇല്ല കുഴപ്പമില്ല, ഞാൻ ചേട്ടനെ വിളിക്കാം. വേണ്ടടോ, ഞാൻ കൊണ്ടാക്കി തരാം. ചേട്ടൻ ഓഫീസിലേക്കില്ലേ, വെറുതെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നേ? ഞാൻ കൊണ്ടാക്കാം. നീ ശരിക്കും ഓക്കെ അല്ലേ? കുഴപ്പമില്ല. എന്തേ? ഒന്നുമില്ല, ഞാനൊന്ന് ടെൻഷൻ അടിച്ചതാ. അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാ പോയാലോ? ശരി. നടക്കാൻ പറ്റുമോ? അറിയില്ല, എനിക്ക് നല്ല തലകറക്കുണ്ട്. എന്നാ നടക്കണ്ട. നടക്കാതെ എങ്ങനെ? അതിനൊക്കെ ഒരു വഴി ഉണ്ടെന്നേ. എന്ത് വഴി? ഈശ്വര, ഈ പൊക്കി എടുത്തോണ്ടങ്ങനെ കൊണ്ടുപോ. ബാ, വീൽ ചെയർ ഉണ്ട് പുറത്ത്. വീൽ ചെയറാ? ഇതിന് റൊമാൻറ്റിക് ആയിട്ട് ആലോചിക്കാനുള്ള ബുദ്ധിയില്ല. മിഥുൻ പറഞ്ഞതാ ശരി. പോവാം. പോവാ.